എന്നാലും സതീശന് വല്ലാത്ത ജാതി തൊലിക്കട്ടി തന്നെ. എങ്ങനെ ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി മാപ്ര ക്യാമറകൾക്കും കോളിനും മുന്നിൽ നിന്ന് ഇങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കഴിഞ്ഞു എന്നാണ്. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്റെ ആദ്യ അനുഭവമാണ് UDFന്റെ സീറ്റ് വിഭജനവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയവും ഇത്ര വേഗത്തിൽ നടക്കുന്നത്. UDF ഒരു മുന്നണി മാത്രമല്ല, ഒരു പാർട്ടിയെ പോലെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ടീം UDF ആണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കേട്ടല്ലോ, എന്റെ ജീവിതത്തിൽ ഇത്രയും നല്ല ഐക്യം, അതായത് രാഷ്ട്രീയ പ്രവർത്തന ജീവിതത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ മുമ്പ് കരുണാകരൻ, AK ആന്റണി, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി തുടങ്ങിയ ആരുടെയും കാലഘട്ടത്തിൽ ഇത്രയും ഐക്യമില്ല. ഇത് ഞാനായതുകൊണ്ട് ഈ നാട്ടിൽ ഐക്യം കണ്ടോ? നിങ്ങൾ ആരും പത്രം വായിക്കാത്തവരോ TV കാണാത്തവരോ ആയിരിക്കില്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മൊബൈൽ ഫോണെങ്കിലും കാണുന്നവരായിരിക്കും. ആ വാർത്തകളിലോ ദൃശ്യങ്ങളിലോ നിങ്ങൾ കണ്ട കാഴ്ചകളും സതീശന്റെ വാക്കും തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ച് നോക്കിയേ. ഇത് ഞാൻ പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിലാണ്, അല്ലാതെ ഞാൻ പണം കൊടുത്തിരിക്കുന്ന PR പണിക്കാരുടെ മുന്നിലല്ല. PR പണിക്കാരെ ചോദ്യം ചോദിക്കാതെ മിണ്ടാതിരുന്നാലും സതീശന്റെ ഈ വാചകങ്ങൾ നേരെ ജനങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ ഈ നാട്ടിൽ നടക്കുന്ന UDFന്റെ സീറ്റ് നിർണയ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർ കണ്ടതിന് ശേഷം ഈ ഡയലോഗ് കേട്ടാൽ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും? ഞാൻ മാത്രമാണ് ബുദ്ധിമായി, ഇത് കേൾക്കണവന്മാര് മുഴുവൻ മണ്ടന്മാരാണെന്ന് സതീശൻ വിചാരിച്ചു വെച്ചിരിക്കുകയാണ്. ആ സതീശന്റെ മുന്നിൽ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ്. ജീവിതത്തിൽ ഇത്രയും വലിയ രാഷ്ട്രീയ ഐക്യം UDFന്റെ ഇടയിൽ ഉണ്ടാകാത്ത അവസ്ഥയിൽ ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് കേട്ടെ. തിരുവനന്തപുരം DCC അധ്യക്ഷ സ്ഥാനം N ശക്തൻ രാജിവെച്ചു. രാജിക്കത്ത് KPCCക്ക് കൈമാറി. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി. അമൽ, തിരഞ്ഞെടുപ്പിന്റെ നടുക്കടലിൽ നിൽക്കുമ്പോൾ DCC അധ്യക്ഷന്റെ രാജി എന്തുകൊണ്ടാണ്? N ശക്തനെ DCCയുടെ താൽക്കാലിക അധ്യക്ഷനായാണ് നിയമിച്ചിരുന്നത്. ആ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ല എന്ന് കാട്ടി KPCC അധ്യക്ഷന് രാജിക്കത്ത് കൈമാറിയിട്ടുണ്ട്. പാലക്കാട് കോൺഗ്രസിൽ കൂട്ടരാജി. കുന്നത്തൂർമയുടെ നോർത്ത് വാർഡിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പ്രതിഷേധിച്ചാണ് രാജി. കോൺഗ്രസ് DCC മെമ്പർ ഖിദർ മുഹമ്മദ്, ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ 50 പ്രവർത്തകരാണ് രാജിവെച്ചത്. അതിനിടെ പാലക്കാട് DCCക്കെതിരെ പരാതിയുമായി മഹിളാ കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നു. പല വാർഡുകളിലും പണം വാങ്ങി DCC നേതൃത്വം സീറ്റ് കച്ചവടം നടത്തിയെന്നാണ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയും പിരാരിയിലെ മുൻ കൌൺസിലർ പ്രീജ സുരേഷിന്റെ ആരോപണം. ഐക്യം കൊണ്ട് തിരുവനന്തപുരം DCC പ്രസിഡന്റ് രാജിവെച്ചു. പിന്നെ 50ഓളം പ്രവർത്തകരാണ് സീറ്റ് നിർണയ ചർച്ചയെ തുടർന്ന് കോഴിക്കോട് നിന്ന് പാർട്ടി വിട്ടു പോകുന്നത്. ഇത് പോരാഞ്ഞിട്ട് മലപ്പുറം ജില്ലയിൽ ലീഗിനെതിരെ കോൺഗ്രസുകാർ കൊടിയും പിടിച്ച് തെരുവിക്കിടന്ന് ജയ്വിളി ജയ്വിളി ജയ്വിളി. ഇതെല്ലാം കണ്ടിട്ട് ഇതൊന്നും ഒരു യഥാർത്ഥ സംഭവമല്ല എന്ന മട്ടിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി കപടമാണോ അല്ലയോ? ആ കാപട്യത്തെ നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? കാര്യം ഒരു വിഷയം സംഭവിച്ചെങ്കിൽ അത് സമ്മതിക്കുകയാണ് മാനവും മര്യാദയും. സമ്മതിച്ചതിന് ശേഷം അതിനെന്ത് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും, അതിലെന്ത് ഇടപെടൽ നടത്താൻ പറ്റുമെന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ നടന്നിട്ടേ ഇല്ല. ഞങ്ങൾ മൊത്ത ഐക്യമാണ്. അതായത് ഈ രണ്ട് ദൃശ്യവും കാണുന്നവരും സതീശനെ കേൾക്കുന്നവരെല്ലാം പരമ പൊട്ടന്മാരാണെന്ന് ഇയാൾ കരുതുന്നുണ്ടെങ്കിൽ ഇയാൾ ഈ ജനങ്ങളെ കുറിച്ചൊക്കെ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അവർക്കൊക്കെ കൽപ്പിച്ചിരിക്കുന്ന വില എന്താണ്? ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയാണോ ആകേണ്ടത് എന്ന പൊതുവായ ചോദ്യമില്ലേ? അവിടെയാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. PR നാടകക്കാരുടെ മുന്നിൽ അഭിനയിച്ച് അത് പാവപ്പെട്ട ജനങ്ങൾക്ക് മുന്നിൽ, അത് കുറേയേറെ പേർ വാർത്തകളൊന്നും കാണാത്തവരുണ്ടാകുമല്ലോ, അവരെ തെറ്റിദ്ധരിപ്പിക്കാമല്ലോ. അതിനുവേണ്ടി നടത്തുന്ന ഈ കാപട്യങ്ങൾക്കപ്പുറം ദ റിയൽ കോൺഗ്രസ് എന്താണെന്ന് ഇപ്പോൾ നാട്ടുകാർ ഈ രണ്ട് സംഭവവികാസത്തിലൂടെ കണ്ടില്ലേ? ഒരു DCC പ്രസിഡന്റ് പോലും ഇല്ലാത്ത തലസ്ഥാന ജില്ല, എന്തിനേറെ പറയുന്നു. പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർ തമ്മിലുള്ള ഐക്യം കൊണ്ട് പലരും മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. തലസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നമായി മാറുന്ന അവസ്ഥയിലും സതീശൻ ഉളുപ്പില്ലാതെ ഈ വാചകങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ വിലയിരുത്തേണ്ടതാണ്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെയാണോ വരുംകാല കേരളത്തിന് മുഖ്യമന്ത്രിയായി വേണ്ടത് എന്ന് ചിന്തിക്കാവുന്ന സന്ദർഭം കൂടിയാണിത്.